ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് ഞങ്ങൾ ഊട്ടിയിലാണുള്ളത്. 2 ദിവസത്തെ സ്റ്റേക്കേഷന് വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ലോഗൻ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിലായിട്ട് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട്. ഈ റിസോർട്ട് നടത്തുന്നത് മലയാളികളാണ്. അപ്പോൾ നമുക്ക് റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഏരിയ ആണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. ചെയർസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. ഈ കാണുന്നതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് എവിടെ തിരിഞ്ഞാലും പൂക്കളുടെ ഒരു ലോകമാണ്. പല വെറൈറ്റിയിലും പല കളറിലുള്ള പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു പ്ലേ ഏരിയ ആണ്. സ്ലൈഡും അതുപോലെ സ്വിങ്ങും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോർണറിലായിട്ട് ലവ് ബേർഡ്സിൻ്റെ ഒരു കൂടും കാണാം. നമുക്കിനി ഇവിടുത്തെ കോട്ടേജസ് ഒക്കെ ഒന്ന് കാണാം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ എല്ലാം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണെന്നുള്ളത്. ഇവിടെയുള്ള ഗാർഡൻ ഏരിയയും അതുപോലെ കോട്ടേജസിൻ്റെ കൺസ്ട്രക്ഷനും ഈ ഒരു ഗ്രീനറിയും ഒക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ ഒരു എസ്തറ്റിക് ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു നല്ല റിസോർട്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ്. ബേർഡ്സിൻ്റെ സൗണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ എന്നൊന്ന് നമുക്ക് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണിത്. ടീ പ്ലാന്റേഷൻസും അതിനിടയിലുള്ള മരങ്ങളും പിന്നെ അങ്ങ് ദൂരെ മലകൾ കാണാം. അതിനെ തട്ടി നിൽക്കുന്ന മേഘങ്ങൾ. പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ. ഞങ്ങൾ ഇത്തവണ ഊട്ടിയിൽ വന്നിട്ട് ബോട്ടാണിക്കൽ ഗാർഡനിലൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഈ റിസോർട്ടിൽ തന്നെ അത്രമാത്രം പൂക്കളുണ്ട്. കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് പൂക്കൾ. കോട്ടേജസിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഈ കാണുന്നതിൽ ബെഡ്റൂംസും അതിനോട് ചേർന്ന് ലിവിങ് ഏരിയ ഒക്കെയുള്ള ഒരു കോട്ടേജാണ് വരുന്നത്. എല്ലാ കോട്ടേജസിനും അതിൻ്റേതായ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോട്ടേജിൻ്റെ മുന്നിൽ തന്നെ കാറും പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്.
ഈ 2 കോട്ടേജസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്, ഇന്റർ കണക്റ്റഡ് അല്ല, പക്ഷേ ഒരു ഒറ്റ ബിൽഡിംഗ് ആയിട്ടാണ് വരുന്നത്. കയറി ചെല്ലുന്നത് ബെഡ്റൂമിലോട്ടാണ്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാഷ്റൂമും കബോർഡ്സും പിന്നെ അതുപോലെ ഒരു കിച്ചൺ ഏരിയയും ഉണ്ട്. മുന്നേ കണ്ട കോട്ടേജിൻ്റെ അതേപോലെ തന്നെയാണ് അടുത്തൊരു കോട്ടേജും വരുന്നത്. ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ വലിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ഇതൊക്കെ കളിക്കാം. ഇവിടെ നിന്നും ചെറിയൊരു ഹൈക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിന്റ് എത്തും. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഹൈക്കൊന്നുമല്ല, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വ്യൂവും ഈ ഫോഗും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ റിസോർട്ടിലോട്ട് പോവുകയാണ്. വൈകിട്ട് നമ്മൾ ഊട്ടി ടൗൺ വരെ പോയായിരുന്നു. നമ്മൾ തിരിച്ചു വരികയാണ്. ആ ലൈറ്റ് ഇട്ട് കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഈ റിസോർട്ടിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലോ ചാർജിങ് ആണ്, പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ഫുൾ ചാർജ് ആയിക്കൊള്ളൂ. ടൗണിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്നു. നമ്മൾ പുറത്ത് പോകുന്നതിനൊക്കെ മുന്നേ എന്തൊക്കെയാണ് ഡിന്നറിന് വേണ്ടതെന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ. നിങ്ങൾക്ക് 3-4 ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടോ വരാൻ പറ്റിയൊരു റിസോർട്ടാണിത്. സിറ്റിയുടെ ബഹളങ്ങളൊന്നും ഇല്ലാതെ ക്ലോസ് ടു നേച്ചർ, കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ലൊക്കേഷൻ.
ഇത്തവണത്തെ ഊട്ടി ട്രിപ്പിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം ലോഗൻ ക്യാമ്പ് റിസോർട്ടിലാണ് സ്പെൻഡ് ചെയ്തത്. ഇത് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടാണ്. കൂന്നൂരിനും ഊട്ടിക്കും ഇടയിലാണ് ലോഗൻ ക്യാമ്പ് റിസോർട്ട് വരുന്നത്. റിസോർട്ടിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ദൂരമുണ്ട് ഊട്ടിയിലോട്ട്. ലോഗൻ ക്യാമ്പ് റിസോർട്ടിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ 2 ദിവസത്തെ ഒരു നല്ലൊരു വെക്കേഷനും കഴിഞ്ഞ് ഒരുപാട് നല്ല മെമ്മറീസായി റിഫ്രഷ്ഡായി നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.